ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ഫോർമുലയും ഒരുമിച്ച് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് മൊത്തം ഒരു നോട്ട്സായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം. ഇനി നമ്മൾ ആ ഫോർമുലകൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്ലാസ് മുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിലും ഉപയോഗപ്പെടുത്തുന്ന ഫോർമുല മാത്രം അതാത് സമയത്ത് ഇവിടെ ഡിസ്പ്ലേ ആണ് ചെയ്യുക. മൊത്തത്തിൽ നിങ്ങൾ ഫോർമുല കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള നോട്ട്സ് നോക്കി നോട്ട്ബുക്കിലേക്ക് പകർത്തിയാൽ മതി. ഓക്കെ, നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ഈ ഫോർമുലകളുടെ ആപ്ലിക്കേഷൻസ് ആണ്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. Question number 4. Evaluate sin 15 degrees. Evaluate sin 15 degrees. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ രണ്ട് ആംഗിൾസ് ആണ് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന് 15 ഡിഗ്രിയും വേറൊന്ന് 75 ഡിഗ്രിയും. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് നേരത്തെ ഒരു ടേബിൾ തന്നിരുന്നു, ഫങ്ഷൻസ് ഓഫ് സം പർട്ടിക്കുലർ ആംഗിൾസ്. അതായത് ആ ടേബിളിൽ വരുന്ന ആംഗിൾസ് 0 ഡിഗ്രീസ്, 30 ഡിഗ്രീസ്, 45, 60, 90 ആൻഡ് 180. ഈ ആംഗിൾസിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷണൽ വാല്യൂസ്, സൈൻ വാല്യൂ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്. പിന്നെ സീക്കും കൊസീനും കോട്ടും വേണമെങ്കിൽ നമ്മളതിൻ്റെ റെസിപ്രോക്കൽസ് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അത് അതിൻ്റെ അവസരം വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ ടേബിളും അതിൻ്റെ കൂടെ സൈൻ ഫംഗ്ഷൻ്റെ ഫോർമുല സൈൻ x-y നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുലയും കൂടെ ചേർത്ത് ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ 15 എന്നുള്ള ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഈ നേരത്തെ പറഞ്ഞ പർട്ടിക്കുലർ ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെ? 0, 30, 45, 60, 90 ആൻഡ് 180. അതിൽ ഏതെങ്കിലും രണ്ട് ആംഗിൾസിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട്, അതായത് ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആക്കിയിട്ട് ഈ തന്നിരിക്കുന്ന ആംഗിൾ 15 ഡിഗ്രിയാണ്, അതിനെ നമ്മൾ മാറ്റി എഴുതണം. അപ്പോൾ നോക്കാം. സൈൻ 15 ഡിഗ്രി ഈസ് ഈക്വൽ ടു സൈൻ 45 മൈനസ് 30 എന്നെഴുതാം. ഈ 15 എന്നുള്ളതിനെ നമുക്ക് തോന്നിയതുപോലെ എങ്ങനെയെങ്കിലും കോമ്പിനേഷൻ ആക്കിയാൽ പോരാ. നേരത്തെ പറഞ്ഞിരിക്കുന്ന 6 ആംഗിൾസ് ഉണ്ട്, 0, 30, 45, 60, 90 ആൻഡ് 180. അത് ഏതെങ്കിലും രണ്ട് എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആക്കി തന്നെ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ സൈൻ 15 ഡിഗ്രി ഈക്വൽ ടു സൈൻ 45 മൈനസ് 30. ഇതിൽ നമ്മൾ ഈ സ്റ്റെപ്പിന് ശേഷം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്, സൈൻ x മൈനസ് വൈ. സൈൻ x മൈനസ് വൈ അതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് സൈൻ x കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ x കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ എന്നാണ്. ഈ ഫോർമുല നേരെ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എക്സ് ഉള്ള സ്ഥാനത്ത് നമുക്കുള്ളത് 45 ആയതുകൊണ്ട് അതിൻ്റെ മേലെ ഒന്ന് എക്സ് എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വൈക്ക് പകരം നമുക്കുള്ളത് 30 ആണ്. കൂടുതലും വൈ ദിസ് ഇസ് ഇൻ ദ ഫോം സൈൻ എക്സ് മൈനസ് വൈ. ആ ഫോമിലേക്ക് വന്നു. ഇനി അതിൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിക്കുക. റൈറ്റ് സൈഡ് സൈൻ എക്സ് കോസ് വൈ, അതായത് ഇവിടെ വരിക ഈക്വൽ ടു സൈൻ എക്സ് ദാറ്റ് ഈസ് 45 into cos y means 30 minus next term cos x sin y. Cos x is 45 into last factor sin y എന്നാണ്. that is sin y means 30. okay, that's equal to. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ടേബിൾ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ തന്നിട്ടുള്ള ആ ഫോർമുലകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം തന്നിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് വാല്യൂസ് ഓഫ് പർട്ടിക്കുലർ ആംഗിൾസ്. ആ ടേബിളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് കിട്ടും.
ആ ടേബിൾ പഠിച്ചിരിക്കണം, ബൈ ഹാർട്ട് ചെയ്യേണ്ട ടേബിളാണ്. ആ നോട്ട്സിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫോമുലകളും എല്ലാ ടേബിൾസും നിങ്ങൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂസ് sin 45 ഈസ് 1 ഡിവൈഡ് ബൈ √2 മൾട്ടിപ്ലൈഡ് ബൈ cos 30. Cos 30 ഈസ് √3 ഡിവൈഡ് ബൈ 2 മൈനസ് cos 45 ഈസ് again 1 by √2 multiplied by sin 30 is 1 by 2. Okay. ഇതാണ് വാല്യൂസ്. ഇത്രയും വാല്യൂസ് ഇങ്ങനെ റെഡിയായി നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ ആ ടേബിൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ബുദ്ധിമുട്ടും. പിന്നെ നോക്കാം, സീക്വൽ ടു 1 മൾട്ടിപ്ലൈഡ് ബൈ √3 ഈസ് √3 ഡിവൈഡ് ബൈ √2 മൾട്ടിപ്ലൈഡ് ബൈ 2 ഈസ് written as 2 √2. 2 എന്നുള്ള ഫാക്ടറാണ് നമ്മളെപ്പോഴും ആദ്യം എഴുതുന്നത്. ഈ റാഡിക്കൽ അതായത് √2 എന്നുള്ളത് രണ്ടാമത് എഴുതുള്ളൂ. അപ്പോൾ ദിസ് ഇസ് 2 √2 മൈനസ് 1 മൾട്ടിപ്ലൈഡ് ബൈ 1 ഈസ് 1 ഡിവൈഡ് ബൈ again 2 √2. നമ്മൾ നോക്കാം, ഇത് ഫ്രാക്ഷൻസ് ആണ്, ഭിന്നസംഖ്യയിലാണ്. അത് മൈനസ് ചെയ്യാൻ ഇവിടെ എളുപ്പമുള്ളത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അതുകൊണ്ട് മുകളിൽ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ മതിയാവും. ഇസ് ഈക്വൽ ടു √3 മൈനസ് 1 all divided by 2 √2. This is the value for sin 15. Okay. Next, ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. 4 സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, അതായത് cos 75 ആണ്. cos 75 എന്ന് പറയുമ്പോൾ cos 75 അപ്പോൾ നമ്മൾ പറഞ്ഞു 15 and 75 ആണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആംഗിൾസ്. അപ്പോൾ 75 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 15 വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ 45 മൈനസ് 30 എന്ന് എഴുതി. 75 വരുമ്പം 45 പ്ലസ് 30 എന്ന് എഴുതണം. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഫംഗ്ഷൻ മാറിയിട്ടുണ്ട്. ഫംഗ്ഷൻ കോസ് ആണ്. ഇത് കോസ് 45 പ്ലസ് 30, അപ്പോൾ ഇടയിൽ പ്ലസ് ആവും. അപ്പോൾ നമ്മൾ കോസ് എക്സ് പ്ലസ് വൈ എന്ന ഫോമിലേക്കാണ് ഇത് ചേഞ്ച് ആവുന്നത്. കോസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ നമ്മുടെ ഫോർമുല പ്രസന്റ് ചെയ്യേണ്ടത് കോസ് എക്സ് പ്ലസ് വൈ. വാട്ട് ഈസ് കോസ് എക്സ് പ്ലസ് വൈ? കോസ് എക്സ് പ്ലസ് വൈ. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുല. നമ്മളതിൻ്റെ പ്രൂഫൊക്കെ പഠിച്ചതാണ്. കോസ് എക്സ് പ്ലസ് വൈ ഈസ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, അതോടെ അപ്ലൈ ചെയ്യാം. ഫോർ എക്സ് വി ഹാവ് 45 ആൻഡ് ഫോർ വൈ വി ഹാവ് 30. അപ്പം വാല്യൂസ് അത് എക്സ്പെൻഡ് ചെയ്യാം. കോസ് എക്സ് പ്ലസ് വൈ ഈസ് കോസ് എക്സ് കോസ് വൈ. ദാറ്റ് മീൻസ് cos 45 cos 30 minus sin x sin y means sin 45 sin 30. Now putting values, like a values check. Cos 45 is 1 divided by √2 multiplied by cos 30 is √3 divided by 2 minus sin 45 is 1 by √2 multiplied by sin 30 is 1 by 2. Okay. Yes, is equal to √3 divided by 2 √2 minus 1 divided by 2 √2. That's again √3 minus 1 divided by 2 √2. Okay. Next, the third question. Then tan 15.
tan 15 equal to tan 45 minus 30. So this is in the form tan x minus y. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫോർമുല tan x minus y എന്നുള്ള ഫോർമുലയാണ്. What is tan x minus y? Tan x minus y is tan x minus tan y divided by 1 plus tan x tan y. ഇതാണ് tan x minus y ഉള്ള എക്സ്പാൻഷൻ. അതിൽ x ആയിട്ട് നമുക്കുള്ളത് 45, yക്ക് പകരം നമുക്കുള്ളത് 30. അപ്പോൾ ഈ ഫോർമുലയ്ക്കകത്ത് എക്സിന് പകരം 45 എന്നും yക്ക് പകരം 30 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്യുമ്പോൾ ഈക്വൽ ടു tan x, that is tan 45 minus tan y means tan 30 divided by 1 plus tan x tan y, that is tan 45 tan 30. Okay. Our formula നേരെ explain ചെയ്തു with x equal to 45 and y equal to 30. Now putting values, tan 45 is 1 minus tan 30 is 1 by root 3 divided by 1 plus again tan 45 is 1 multiplied by tan 30 is 1 by root 3. അപ്പോൾ ഇവിടെ സൈനും കോസിനേക്കാൾ കുറച്ചും കൂടെ അധികം സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. നോക്കാം അങ്ങനെയാണ്. സീക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഒരു ഇൻറ്റിജറും ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അപ്പം റൂട്ട് 3 മൾട്ടിപ്ലൈഡ് ബൈ 1 അല്ലെങ്കിൽ 1 മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് 3, 1 മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് 3 മൈനസ് 1 all divided by root 3. ഇത്രയാണ് ന്യൂമറേറ്ററിൽ ചെയ്യാനുള്ളത്. കണ്ടല്ലോ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇതേ ക്രോസ് ചെയ്യാം. റൂട്ട് 3 മൾട്ടിപ്ലൈഡ് ബൈ 1 അല്ലെങ്കിൽ 1 മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് 3, 1 multiplied by root 3 plus 1 into 1 അങ്ങനെ ഇരിക്കുന്നു. 1 into 1 divided by root 3, 1 into root 3 plus 1 into 1 all divided by root 3. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഡിവൈഡഡ് ബൈ റൂട്ട് 3 എന്നുള്ളത് കോമൺ ഫാക്ടറായിട്ട് മാറും. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും കോമൺ ഫാക്ടറായിട്ട് മാറും. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പേ അത് കോമൺ ഫാക്ടർ അല്ല. ഇതും ഇതുവരെ ക്യാൻസലേഷൻ നടക്കില്ല. പക്ഷേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ റൂട്ട് 3 എന്നുള്ളത് കോമൺ ഫാക്ടറാണ്. അതുകൊണ്ട് അവിടെ അത് രണ്ടും തമ്മിൽ ക്യാൻസലേഷൻ നടക്കും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ്. ഇനി ഇതേ ബാക്കി ഭാഗം ഇസ് ഈക്വൽ ടു 1 into root 3 is root 3 minus 1 divided by 1 into root 3 is root 3 plus 1 multiplied by 1 is 1. This is value for tan 15. ഇനി നമുക്ക് വേണമെങ്കിൽ tan 75 അതുപോലെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഞാൻ അസൈൻമെൻറ്റ് തരുന്നില്ല, അത് നമുക്ക് പിന്നീട് ഒരുമിച്ച് തരികയുള്ളൂ. ഇപ്പോൾ ഇത്രയും പ്രോബ്ലംസ് പരിചയപ്പെടാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ക്വസ്റ്റ്യൻ നമ്പർ 5 ഇത് ഒരു ലെങ്തി ആൻസർ ആയിരിക്കും. അത്യാവശ്യം പ്രയാസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് sin 5x minus 2 sin
3x plus sin x divided by cos 5x minus cos x is equal to tan x. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനേഷനിൽ പലപ്പോഴും ചോദിക്കാറുള്ളത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുലകൾ ഒന്നുകിൽ സൈൻ സി പ്ലസ് സൈൻ ഡി, അല്ലെങ്കിൽ സൈൻ സി മൈനസ് സൈൻ ഡി, അല്ലെങ്കിൽ കോസ് സി പ്ലസ് കോസ് ഡി, അതുമല്ലെങ്കിൽ കോസ് സി മൈനസ് കോസ് ഡി. 3 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ 4 ഫോർമുലയിലും 2 ടേംസ് വരികയുള്ളൂ. സൈൻ സി പ്ലസ് സൈൻ ഡി ആയാലും സൈൻ സി മൈനസ് സൈൻ ഡി ആയാലും കോസ് സി പ്ലസ് കോസ് ഡി ആയാലും കോസ് സി മൈനസ് കോസ് ഡി ആയാലും അതിലൊക്കെ 2 ടേംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രോബ്ലത്തിലെ ന്യൂമറേറ്ററിൽ 3 ടേംസ് കാണുന്നുണ്ട്. 1, 2, 3. ഡിനോമിനേറ്റർ ഓക്കെയാണ്, അവിടെ 2 ടേമേ ഉള്ളൂ. അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ഇവിടേക്ക് പറ്റിയ ഫോർമുല ഏതാണെന്ന് വെച്ചാൽ അത് നേരെ അപ്ലൈ ചെയ്യേണ്ട പണിയുള്ളൂ. അപ്പോൾ താഴത്തെ കാര്യം ബുദ്ധിമുട്ടൊന്നുമില്ല, മേലത്തെ കാര്യം കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ 3 ടേംസ് വരുമ്പോൾ നമ്മളതിൽ 2 പ്രത്യേക ടേംസിനെ മാത്രം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരുമിച്ച് പരിഗണിക്കണം. ആ ടേംസിനെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതിലെ ആംഗിൾസ് നോക്കാം. ഫസ്റ്റ് ടേമിലെ സൈൻ ഫംഗ്ഷൻ്റെ ആംഗിൾ 5x ആണ്. സെക്കൻഡ് ടേമിലെ സൈനിൻ്റെ ആംഗിൾ 3x ആണ്. ലാസ്റ്റിലെ സൈനിൻ്റെ ആംഗിൾ x ആണ്. അപ്പോൾ ആരൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഏറ്റവും വലിയ ആംഗിളുള്ള ഫംഗ്ഷനും ഏറ്റവും ചെറിയ ആംഗിളുള്ള ഫംഗ്ഷനും കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം. അതായത് സൈൻ 5xഉം സൈൻ എക്സും കൂടെ ഒരുമിച്ച് ഒരു ബ്രാക്കറ്റിൽ എഴുതി ഒരുമിച്ചതിനെ പരിഗണിക്കണം. പിന്നെ ഈ മിഡിൽ ടേം 2 സൈൻ 3xനെ ഒറ്റയ്ക്ക് ഒരു ടേമായിട്ട് മാറ്റിയിടും. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ മനസ്സിലായില്ലേ? എങ്ങനെയൊക്കെയാണ് ഏറ്റവും വലിയ ആംഗിളുള്ള ഫംഗ്ഷനും ഏറ്റവും ചെറിയ ആംഗിളുള്ള ഫംഗ്ഷനും കൂടി ഒരുമിച്ച് ചേർക്കാം. എന്ന് വെച്ചാൽ നമ്മൾ സൊല്യൂഷൻ തുടങ്ങുകയാണ്. LHS ഈക്വൽ ടു sin 5x minus 2 sin 3x plus sin 5x divided by cos 5x minus cos x, that's equal to, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒരുമിച്ച് പരിഗണിക്കുന്നു. ഈക്വൽ ടു sin 5x plus sin x. ഇനിയിപ്പോൾ എഴുതാൻ ബാക്കിയുള്ളത് മിഡിൽ ടേമാണ്, നടുവിലുള്ള ടേം, അതൊരുമിച്ച് നമ്മൾ മാറ്റി എഴുതാം. മൈനസ് 2 sin 3x all divided by cos 5x minus cos x. ഓക്കെ, ഇനി ഇത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ഫോർമുലകളുണ്ട്. ഏതൊക്കെയാണ്? ഈ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് ഏതാണ് ഫോർമുല സ്യൂട്ടബിൾ? 2 സൈൻ ഫംഗ്ഷനാണ് കണ്ടോ, ഇതും സൈനാണ് ഇതും സൈനാണ്. അതിനെ കണക്ട് ചെയ്യുന്ന സിമ്പിൾ പ്ലസ് ആണ്. അപ്പോൾ ഇത് ഉള്ളത് സൈൻ സി പ്ലസ് സൈൻ ഡി എന്നുള്ള ഫോർമുല. സൈൻ സി പ്ലസ് സൈൻ ഡി. സൈൻ സി പ്ലസ് സൈൻ ഡി. വാട്ട് ഈസ് സൈൻ സി പ്ലസ് സൈൻ ഡി? ഇറ്റ് ഈസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. Sin c plus sin d is 2 sin c plus d by 2 cos c minus d by 2 now. 2 sin c plus d by 2 cos c minus d by 2. അതേപോലെ ഡിനോമിനേറ്ററിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഫോർമുല. ഇതിൽ 2 ഫംഗ്ഷൻസും കോസ് ആണ്, അത് രണ്ടും കണക്ട് ചെയ്യുന്ന സിമ്പിൾ മൈനസ് ആണ്. അപ്പോൾ ഇതുള്ളത് കോസ് സി മൈനസ് കോസ് ഡി എന്ന ഫോർമുലയാണ്. അപ്പോൾ താഴെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല കോസ് സി മൈനസ് കോസ് ഡി. കോസ് സി മൈനസ് കോസ് ഡി ഈസ് -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ
ആണ് cos c minus cos t ക്കുള്ള എക്സ്പാൻഷൻ. -2 sin c plus d by 2 into sin c minus d by 2. രണ്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ ഏതാണ് c? ആദ്യം കാണുന്ന ആംഗിളാണ് c, രണ്ടാമത് കാണുന്ന ആംഗിളാണ് d. അപ്പോൾ ഇത് c, ഇത് d. അതുപോലെ തന്നെ 5x ആണ് c, x ആണ് d. അപ്പോൾ ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് ആ ആംഗിൾസ് നിൽക്കുന്ന ഏതാണ് c ഏതാണ് d എന്ന് നിൽക്കുന്നത് അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇവിടെ എഴുതി വെക്കാം നമ്മളെ ഇത് c d c d നോക്കാം. അതിൽ ഈ ബ്രാക്കറ്റിലെ ഫസ്റ്റ് ഫോമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 sin c plus d by 2 2 sin c plus d അതായത് 5x plus x by 2 into cos c minus d by 2 cos 5x minus x by 2 sin c plus d by 2 into cos c minus d by 2 minus ഇവിടെ ഒന്നും ചെയ്യാനില്ല 2 sin 3x all divided by ഇനി cos c minus cos b is minus 2 sin c plus d divided by 2. ഇതാണ് c, ഇതാണ് d. അപ്പോൾ 5x plus x by 2 multiplied by sin c അതായത് 5x minus d അതായത് x divided by 2. ഓക്കെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. this is equal to 2 sin adding 5x plus x is 6x. Okay, 5x plus x is total 6x. 6x divided by 2. So അതിന്റെ പകുതി എടുക്കുക. അതാണ് divided by 2. അപ്പോൾ 6x divided by 2 is 3x. അത് ഷോർട്ട് ആയിട്ട് വരും. into cos 5x minus x is 4x. 4x divided by 2 is 2x. അപ്പോൾ cos 2x. Okay, 4x divided by 2 is 2x. അത് cos 2x ആയി minus 2 sin 3x. 2 sin 3x all divided by minus 2 sin മുകളിൽ ചേർത്താൽ ഇവിടെ 6x by 2 is 3x into sin 4x by 2 is 2x. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ ഈ ഫോം ഏത് ഫോമിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഫോമുല സൈഡിൽ അവിടെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. മാത്രമല്ല ഫോമുകളിൽ പല പ്രാവശ്യം എഴുതുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ ബൈഹാർട്ട് ആവുകയും ചെയ്യും. ഓക്കെ, സിമ്പിൾ ചെയ്യാം. നമ്മളെ സീക്വൽ ടു 2 സൈൻ നോക്കാം. ഇപ്പോൾ ഈ ന്യൂമറേറ്ററിൽ ഇപ്പോൾ 2 ടേംസ് ആണുള്ളത്. ഇതാണ് ഫസ്റ്റ് ടേം. ഇവിടെ മുതൽ ഇവിടെ വരെ ഫസ്റ്റ് ടേം ആണ്. മൈനസ് ഇതാണ് സെക്കൻഡ് ടേം. ഇപ്പോൾ ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും കൂടെ കോമൺ ഫാക്ടേഴ്സ് കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? 2 രണ്ടിലെയും കോമൺ ഫാക്ടറാണ്. അതേപോലെ സൈൻ 3x രണ്ടിലെയും കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഈ 2 sin 3x രണ്ടിലെയും കോമൺ ഫാക്ടർ എടുത്ത് ചെയ്യാം. ഈസ് 2 sin 3x മൾട്ടിപ്ലൈഡ് ബൈ ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ള ടേംസ്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ഇത്രയും നമ്മൾ കോമൺ ഫാക്ടറായിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് cos 2x ആണ്. cos 2x മൈനസ് ഇതിൽ നമ്മൾ കംപ്ലീറ്റ് എടുത്ത് പോയി മുഴുവൻ കോമൺ ഫാക്ടർ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിവിടെ ആകെ ഒരു ഫാക്ടറേ ബാക്കിയുള്ളൂ. അതേതാണ് 1 ആണ്. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നാണ്. അപ്പോൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ബാക്കി ഉണ്ടാവുക 1 എന്നുള്ള ഫാക്ടറായിരിക്കും. ഡിവൈഡഡ് ബൈ -2 sin 3x ഇൻറ്റു sin 2x. ഇതിൽ ഇപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൂടെ വീണ്ടും കോമൺ ഫാക്ടേഴ്സ് ആയി. ഏതാണ്? 2 കോമൺ ഫാക്ടറാണ്. അതേപോലെ sin 3xും കോമൺ ഫാക്ടറാണ്. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 sin 3x ഗെറ്റ്സ് ക്യാൻസൽ. നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ സൈനും കൂടി ചേർത്ത് സ്ട്രൈക്ക് ചെയ്യണം. ബാക്കിയുള്ള ടേംസ്
എന്തൊക്കെയാണ് ഈക്വൽ ടു ഇനി ഈ മൈനസ് താഴെ നിൽക്കുന്ന മൈനസ് നമുക്ക് താഴേക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് മേലെ ന്യൂമറേറ്ററിന് സപ്ലൈ ചെയ്യാം. ഈ മൈനസ് ന്യൂമറേറ്ററിന് കൊടുക്കുക. അപ്പോൾ ഇത് മൈനസ് ഓഫ് കോസ് 2x മൈനസ് 1 ഡിവൈഡ് ബൈ സൈൻ 2x. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ മൈനസ് നമ്മൾ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് മൈനസ് പോസിറ്റീവ്സ് ആവും, ഇത് മൈനസ് ഓഫ് മൈനസ് വന്നിട്ട് പ്ലസ് 1 ആവും. ഈക്വൽ ടു മൈനസ് കോസ് 2x പ്ലസ് 1 ഡിവൈഡ് ബൈ സൈൻ 2x. നെക്സ്റ്റ് ടൈം ഈ പോസിറ്റീവ് ടേം ആദ്യവും നെഗറ്റീവ് ടേം രണ്ടാമതും പറയുക എന്നുള്ളതാണ് ഒരു സാധാരണ രീതി. അങ്ങനെ ചെയ്യാം. അപ്പം 1 ആദ്യം പറയാം, മൈനസ് കോസ് 2x രണ്ടാമത് പറയാം. 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ സൈൻ 2x. ഇനി നമ്മൾ ഈ 1 മൈനസ് കോസ് 2xനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇന്നലെ കോസ് 2xൻ്റെ പല ഫോർമുലകളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കോസ് 2x ഈക്വൽ ടു cos 2x equal to 1 minus 2 sin squared x എന്നൊരു ഫോർമുല ഉണ്ട്. 1 minus 2 sin squared x. ഇപ്പോൾ cos 2x നമ്മൾ 4 എക്സ്പാൻഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായിട്ടും ഈ പ്രോബ്ലത്തിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ ആൻസർ പഠിക്കുമ്പോൾ കൃത്യമായിട്ടും ഓർത്ത് വെച്ചില്ല എങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ കൺഫ്യൂഷനിലാവും. അതുകൊണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കോസ് 2xൻ്റെ ഈ ഫോർമുലയാണ്. അതായത് നമ്മൾ തന്നിരിക്കുന്ന ലിസ്റ്റിലെ മൂന്നാമത്തെ ഫോർമുല, കോസ് 2xൻ്റെ മൂന്നാമത്തെ ഫോർമുല ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് 1 മൈനസ് 2 സൈൻ സ്ക്വയേർഡ് എക്സ്. ഓക്കെ, ആ ഫോർമുല ഒന്ന് മോഡിഫൈ ചെയ്യണം. നേരെ ഇതേപോലെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അല്ല, ഇതേപോലെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. 1 മൈനസ് കോസ് 2x. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ മൈനസ് 2 സൈൻ സ്ക്വയേർഡ് എക്സിനെ ലെഫ്റ്റിലേക്കും കോസ് 2xനെ റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ മൈനസ് ടേം ഇടത് ഭാഗത്തേക്ക് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 2 sin squared x equal to 1. ഇനി ഈ cos 2x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. 1 മൈനസ് cos 2x. ദാറ്റ് ഈസ് റിവേഴ്സ് ആയിട്ട് പറയാം. 1 മൈനസ് cos 2x ഈക്വൽ ടു 2 sin squared x. ഇത് വേണമെങ്കിൽ പറ്റുന്നവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയായിട്ട് ബൈഹാർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ അവസരം വരുന്ന ഒരു ഫോർമുലയാണത്. അത് വേണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ. എന്തായാലും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ സൈഡിൽ ഒന്നുകിൽ ഇത് ഡെറൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫോർമുല നേരിട്ട് ബൈഹാർട്ട് പഠിച്ചിട്ട് എഴുതി വെക്കണം. എന്താണ് ഫോർമുല? 1 മൈനസ് കോസ് 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയേർഡ് എക്സ്. സോ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ഉണ്ടോ, പതിനുപോലെ നമുക്ക് 2 സൈൻ സ്ക്വയേർഡ് എക്സ് എന്ന് എഴുതാം. അതേപോലെ സൈൻ 2x നമ്മൾ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. സൈൻ 2x നമ്മൾ ഒരു എക്സ്പാൻഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ ഏത് ഉപയോഗിക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നുമില്ല. കോസിന് 4 ഉണ്ടായിരുന്നു, സൈനിന് 1 ഉള്ളതുകൊണ്ട് അത് നേരെ ഉപയോഗിക്കുക. അതാണ് സൈൻ 2xൻ്റെ എക്സ്പാൻഷൻ ഇസ് 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറേ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്യാണ്. 2 കോമൺ ഫാക്ടറാണ്. അതേപോലെ തന്നെ ന്യൂമറേറ്ററിൽ സൈൻ സ്ക്വയേർഡ് എക്സ് ആണ്. സൈൻ സ്ക്വയേർഡ് എക്സിൻ്റെ മീനിങ് നമുക്കറിയാം. എന്താണ്? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. അതായത് അവിടെ 2 സൈൻ എക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അതിൽ ഒരു സൈൻ എക്സും താഴെ ഡിനോമിനേറ്ററിലുള്ള ഒരു സൈൻ എക്സായിട്ട് ക്യാൻസലേഷൻ നടക്കും. അപ്പം മുകളിൽ, അതായത് ന്യൂമറേറ്ററിൽ ഒരു സൈൻ എക്സ് ബാക്കിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ
ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെയാണ്. താഴെ സൈനസ് മുഴുവനും ക്യാൻസൽ ചെയ്യുക, മേലെ ഒരു സ്ക്വയർ ഇരിക്കുന്നുണ്ട്, ആ സ്ക്വയർ മാത്രം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഈ സൈനസും ഈ 2 ആയിട്ടല്ല ക്യാൻസൽ ആവുന്നത്. ഇതിൻ്റെ മീനിങ്ങിലോട്ട് നമ്മൾ പോകണം. സൈൻ സ്ക്വയർഡ് എക്സ് മീൻസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. അതിലെ ഒരു സൈനസും താഴത്തെ സൈനസായിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ ഒരു സൈനസ് മുകളിൽ ബാക്കിയാവും. അതിങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ ഒരു സൈനസ് മുകളിൽ ബാക്കിയാണോ? യെസ്. ഈക്വൽ ടു എന്തൊക്കെയാണ് റിമൈനിങ്? ദാറ്റ് ഈസ് sin x divided by cos x equal to sin x divided by cos x equal to tan x. tan x നമ്മുടെ r plus r. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ സെക്ഷനിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിലും ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.